May the name of the Lord be praised today. എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട് ഈ പ്രത്യേക സമയത്ത് ഇവിടെ ആയിരിക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. I'm so happy to be able to be here with you on this special occasion. കൂടാതെ ഞാൻ നമ്മുടെ അലക്സ് സാറിന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. I have translated for Alexis sir into Malayalam. Then ഇന്ന് അലക്സ് സാർ എനിക്ക് വേണ്ടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. So now he's translating into English for me. Okay, അന്ന് സാറിനെ മലയാളം പറഞ്ഞ് പഠിപ്പിച്ചതിൽ ഒരു പങ്ക് എനിക്കുണ്ട്. Yes, those days I helped Alexis sir to learn some Malayalam also. Yeah, right. Yeah. I'm not sure how much I've learned, but I'm trying. പക്ഷേ സാറിൻ്റെ മലയാളത്തിലുള്ള പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. സാർ ഇത്രയും നന്നായി മലയാളം സംസാരിക്കുന്നില്ല. നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞങ്ങൾ പറയുന്നതിനേക്കാളും നല്ല മലയാളം സാറിൻ്റെ പ്രസംഗത്തിൽ കേൾക്കുവാനിടയായി തീർന്നു. So I thank God for the good Malayalam that I've heard from him these days. Hallelujah. Thank you, Jesus. വളരെ നന്ദിയുണ്ട്, വളരെ സ്നേഹമുണ്ട്. ഇത്രയും വലിയ ഈ ഒരു പ്രത്യേക സമയത്ത് എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചതിൽ ഒത്തിരി ദൈവത്തോട് നന്ദി പറയുന്നു, സഭയോട് നന്ദി അറിയിക്കുന്നു. I'm grateful to the Lord for having this invitation for me to come and share the word on this occasion. കഴിഞ്ഞ 25 വർഷം ഈ പട്ടണത്തിൽ കർത്താവിനെ സേവിപ്പാൻ ഈ സഭയ്ക്ക് ദൈവം കൊടുത്ത ദർശനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. For the last 25 years I praise God for the vision for this church to minister in this community. ഇതിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ അധ്വാനിപ്പാൻ ദൈവം, ഇതിൻ്റെ കൂടെ നിൽക്കുവാൻ ദൈവം എനിക്കും കൃപ തന്നു. God allowed me also to work alongside of this ministry in its early days. അന്ന് ലഭിച്ച ദൈവിക ദർശനങ്ങൾ, പഠനങ്ങൾ, അറിവുകൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ വിലപ്പെട്ടതായിരുന്നു, വളരെ പ്രയോജനം ചെയ്തു. The things that we learned and the things that we received during those days have impacted us throughout our lives in ministry. ഞാൻ ആ കാലഘട്ടങ്ങളിലൊന്നും ഈ ചർച്ചിൽ ദൈവവചനം സംസാരിച്ചിട്ടില്ല. In those days I had not preached in this church. പക്ഷെ ആനിമാമയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ ദൈവവചനം സംസാരിക്കുന്നത് കേൾക്കണമെന്ന്. And Mama was very interested in having me preach. പക്ഷേ ഞാൻ ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. പക്ഷെ പിന്നീട് മുന്നോട്ട് യാത്രയിൽ എപ്പോഴാണ് ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. സാഹചര്യങ്ങൾ വന്നപ്പോൾ ദൈവവചനവുമായി മുന്നോട്ട് പോകേണ്ടി വന്നു, പ്രസംഗം തുടങ്ങി. Although I did not preach in those days, during the later years God opened the doors for me to be able to preach. Hallelujah. Praise God. ഞാൻ ഓർക്കുന്നു, എൻ്റെ മൂത്ത ബ്രദറിന് കോട്ടയത്ത് ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഒരു കാലത്ത് നിൽക്കുന്ന സമയം അവിടെ പ്രത്യേക ഒരു സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും കുറേ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ശുശ്രൂഷയ്ക്കായി പുറത്തേക്ക് പോവുകയും ചെയ്തു. ആ സമയത്തൊരിക്കൽ അവിടെ മറ്റൊരാളിനെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചു. My elder brother was a pastor in Kottayam, still is, and in those days he was traveling somewhere and he appointed somebody else to preach. ആ സമയത്ത് അവിടെ ശുശ്രൂഷയ്ക്കായി വന്ന വ്യക്തി ശുശ്രൂഷ തുടങ്ങി ഒരല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം അദ്ദേഹം അങ്ങ് നിന്നു. In those days, on that day, the person who was called to preach could not continue, and some situation came up. കാരണം ആ സമയത്ത് അദ്ദേഹം എന്നെ മുന്നോട്ട് വിളിച്ചു, മുന്നോട്ട് വരാൻ പറഞ്ഞു. കാരണം എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഞാൻ അന്ന് മൈക്ക് അവിടെ എടുത്തതാണ്, പിന്നീട് ഇതുവരെയും മൈക്ക് താത്തു വെച്ചിട്ടില്ല. On that day, that guest speaker actually asked me to come forward, and that's the first time I'm taking the mic to preach, and I'm still continuing to preach these days. ഞാൻ അവിടെ ചില വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തു. തിരക്കേറിയ അനേകം അസാധാരണമായ കാര്യങ്ങൾ ദൈവം ആ കാലങ്ങളിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. I worked in that area in Kottayam for some years. അത് കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിഞ്ഞ് എറണാകുളത്തേക്ക് കടന്നുപോയി. After my marriage, we moved to Ernakulam. അവിടെ ഞങ്ങളൊരു പൈനിയർ ചർച്ച് പൈനിയർ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. The Lord led us to pioneer a church there in Ernakulam. ഇപ്പോഴും ആ ചർച്ച് അവിടെ അനുഗ്രഹമായി നടക്കുന്നു. That church continues even till today. ദൈവം അസാധാരണമായ ഫേവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിച്ചു. The Lord has given us His unusual favor and His grace in the ministry. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതൊന്നും ഞാൻ തന്നെ കണ്ടെത്തിയ ഒന്നായിരുന്നില്ല. കാലഘട്ടങ്ങളിൽ
ഈ ഇവിടുത്തെ പഠനകാലങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ലഭിച്ച ആ ദൈവിക അറിവുകളും ജ്ഞാനവും ആ ഉൾക്കാഴ്ചയുമാണ് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രയോജനമായത്. മറ്റുള്ള ദൈവമക്കളെ മനസ്സിലാക്കുവാൻ, മനുഷ്യരെ മനസ്സിലാക്കുവാനൊക്കെയുള്ള കഴിവ് തന്നത് ആ അനുഭവങ്ങളാണ്. Things that I've learned here, I was able to apply that in the ministry there in Ernakulam. ആമേൻ. ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ജെയ്സൺ നമ്മുടെ മധ്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് പഠിച്ചതാണ്. ദൈവദാസനെ ഓർക്കുന്നു. Pastor Jason and I, we studied during the same time, and we're so glad to see him. I'm so glad to see him as well. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് എൻ്റെ അനുഭവങ്ങളോട് പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്താം. സാറ് ക്യാരക്ടർ ഫോർമേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് അതുമായി ചേർന്ന് നിന്ന് ചില കാര്യങ്ങൾ ലളിതമായി ഓർമ്മിപ്പിച്ചിട്ട് ഞാനും വേഗത്തിൽ പ്രാർത്ഥിക്കാം. I'd like to share a few things from the word and from my experience that will be beneficial for us today. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. John chapter 8 verse 31. 31, 32, 33 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. So I had brought my Malayalam Bible and I don't have my English Bible with me today. Okay. Tell me the verse again. I will open it John now. chapter 8 verses 31 to 33. Okay, John 8 31 to 33. 1 minute. I just carry the Malayalam Bible just to show off that I can read Malayalam. 31 to 38? 33. 31 to 33, okay. So Jesus said to the Jews who had believed him, if you abide in my word, you are truly my disciples, and you will know the truth, and the truth will set you free. They answered him, we are offspring of Abraham and have never been enslaved to anyone. How is it that you say you will become free? Praise God. എന്നോടൊപ്പം ഞങ്ങൾ എറണാകുളത്തു നിന്ന് യാത്ര ചെയ്ത് എൻ്റെ ഒരു സ്നേഹിതനും ഇന്ന് പകൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സുബിൻ. ഞങ്ങൾ ദീർഘവർഷങ്ങളായി Subin, a long-time friend of mine, has traveled with me from Ernakulam to ഞങ്ങൾ Aguram. ദീർഘവർഷങ്ങളായി ഒരുമിച്ച് എറണാകുളത്തുണ്ട്. അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ആരംഭം ശുശ്രൂഷയും എല്ലാം ഒരുമിച്ചായിരുന്നു. അദ്ദേഹവും ഞാനും ഒക്കെ പല മേഖലകളിൽ സെയിം മേഖലയിൽ ഇടപെട്ടിരിക്കുന്നു. അതിൻ്റെ അനുഭവത്തിൽ ഞാൻ വീണ്ടും വിശദീകരിച്ചു കൊള്ളാം. So we both have had a good beginnings in the ministry together there in Ernakulam. ഞാൻ ആ വാക്യം വായിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശു കർത്താവ് ഈ ഭാഗത്ത് ഈ 31, 32 വാക്യത്തിൽ 32-ാമത്തെ വാക്യത്തിൽ മാത്രമേ ഒരു ഫുൾ സ്റ്റോപ്പ് ഉള്ളൂ. 31-ാമത്തെ വാക്യത്തിൽ ഒരു കോമയാണ്. 32-ാമത്തെ വാക്യത്തിലാണ് അവിടെ നിൽക്കുന്നത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. So Jesus said, you will know the truth and the truth will set you free. നമ്മൾ ഈ വേദഭാഗത്തെ ഈ 32-ാമത്തെ വാക്യത്തെ അതിൻ്റെ മുൻപിലെ വാക്യത്തിൽ നിന്നോ താഴെയുള്ള വാക്യത്തിൽ നിന്നോ സെപ്പറേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ നമ്മുടെ ഏത് മേഖലയിലേക്കും ആപ്ലിക്കബിളായ പ്രാക്ടിക്കലായ ചിന്തിക്കാൻ പറ്റുന്ന ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. If you separate these 3 verses and look at it clearly, you will see this is something that has a great impact on our lives, that you will know the truth and the truth will set you free. നമ്മൾ ബിലീവർ ആണെങ്കിലും അല്ലെങ്കിലും സെക്കുലർ ആണെങ്കിലും ഏത് റിലീജിയസ് ഫെയ്ത്തിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും 32-ാമത്തെ വാക്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്ത് ചിന്തിച്ചാൽ അതിന് മാത്രമായി പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ട്, ആഴമുണ്ട്. If you're a believer or if you're not a believer or whoever you are, for any person, that verse 32, it can be a very powerful and meaningful verse where it says you will know the truth and the truth will set you free. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ പലതും പഠിക്കുന്നു, കേൾക്കുന്നു, അറിയുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ സംവിധാനങ്ങളെ നമ്മൾ പിന്തുടരുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു.
അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. We learn many things throughout our lives, and those things become part of our lives, and we move according to those things. പക്ഷെ നമ്മുടെ ആ യാത്രയിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ വെച്ചാണ് നമ്മൾ അറിഞ്ഞതും നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മൾ പിന്തുടരുന്നതും സത്യമായും അങ്ങനെ ആയിരുന്നില്ല എന്ന് നാം അറിയുന്നത്. Sometimes we look at our lives, and those things that we learned, those things that we have acquired and known, may not be the truth. എൻ്റെ ജീവിതത്തിൽ സാറിനോടൊപ്പം ആയിരുന്ന സമയത്ത് സാറ് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ലേണിംഗ്, പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ അൺലേണിംഗ് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. One of the things that I learned while I was here was that learning might be easy, but unlearning something is very difficult. കാരണം നമ്മുടെ ജീവിതം വ്യത്യസ്തങ്ങളായ സംവിധാനത്തിൽ സാഹചര്യങ്ങളിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ പലതും പഠിക്കും, നമ്മൾ അറിയാതെ പലതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും, പലതും നമ്മൾ അറിയാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകും. പക്ഷേ നമ്മൾ അറിയണം, ബൈബിൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. Each one of us have grown up in different circumstances, and there are things that we have learned and acquired, but the word of God may not line up to those things. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാം. ഞാൻ എറണാകുളത്ത് ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു സമയം, ഒരു ഫ്രൈഡേയിൽ ഞാനൊരു ടീഷർട്ടും ഒരു ജീൻസും ധരിച്ച് ചർച്ചിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. വേറെ ആരും തന്നെ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നമ്മുടെ ചർച്ചിൻ്റെ ഹാളിൽ പ്രാർത്ഥിക്കുന്നു. ഇതുപോലൊരു പില്ലറുണ്ട്, ആ പില്ലറെ ചാരി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. I was praying there in our church. I went with just a jeans and a t-shirt and went to the church for prayer, just by myself there. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ ഒരു ഫാമിലിയിൽ നിന്നൊരു കോൾ വന്നു. അത്യാവശ്യമായിട്ട് എനിക്ക് അറിയാവുന്നൊരു കുടുംബമല്ല, എനിക്കറിയാവുന്നവരല്ല. എവിടുന്നോ നമ്പർ കിട്ടി വിളിച്ചു. അവിടെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്, വരണം, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നടത്തുണ്ട്, നിങ്ങൾ വന്നോളാൻ പറഞ്ഞു. A family that I did not know came that day and asked for prayer for their family. അവരവിടെ കടന്നു വന്നു. അവർ സംസാരിച്ചു തുടങ്ങി. അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇന്ന് കേരളത്തിൽ വിൽക്കുന്ന ഏറ്റവും വലിയ റെഡിമെയ്ഡ് കമ്പനികളിൽ ഒന്നിൻ്റെ ഉടമസ്ഥരാണ് അവരവിടെ കടന്നു അവർ വന്നപ്പോഴാണ് അറിയുന്നത്, വലിയ തകർച്ചയിലൂടെ, വലിയ പ്രയാസത്തിലൂടെ, ഉറക്കമില്ലാതെ സൈക്യാട്രിക് മെഡിസിൻ കഴിഞ്ഞിട്ട് പോലും ഉറങ്ങാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് അവരവിടെ കയറി വന്നത്. They're owners of a clothing manufacturing company here in Kerala, a well-known one, and they came with a lot of brokenness in their lives. അവിടെ വന്നു. അവിടെ അവർക്ക് വേണ്ടി അവർ സംസാരിച്ചു കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ദൈവാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. പക്ഷെ പെട്ടെന്ന് ഞാൻ അറിഞ്ഞതും ഞാൻ കേട്ടതും ഞാൻ ഉൾക്കൊണ്ടതുമായ സംവിധാനം, ഒരു ടീഷർട്ടും ജീൻസും ധരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയോ? As I was ministering to them, as I was sharing with them and praying for them, the question came up in my mind, is it proper for me to minister to them in a t-shirt and in jeans? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വീണ്ടും നിർബന്ധിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. The Holy Spirit was urging me to pray for them. പക്ഷെ ഞാൻ അറിഞ്ഞതും കേട്ടതും ഞാൻ ഉൾക്കൊണ്ടതുമായത് മറ്റൊന്നായിരുന്നത് കൊണ്ട് എന്നെ പുറകോട്ട് പിടിക്കുക. അത് ചെയ്യാൻ ഇപ്പോൾ പാടില്ല. മറ്റൊരു ഷർട്ടും ഒരു പാൻസും ധരിച്ചിട്ട് വന്നിട്ട് വേണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. But there was something in me that hindered me and was keeping me from doing that, feeling like I need to come at another time in a different dress and pray for them. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. But then the Holy Spirit urged me and I prayed for them there. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And I prayed for them that day. That moment, ആ നിമിഷം തന്നെ ദൈവത്തിന്റെ വിടുതൽ, ആ ഡെലിവറൻസ് അവരിൽ സംഭവിച്ചു. Just at that moment they were delivered from those things that were binding them. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. You will know the truth and the truth will set you free. ആ നിമിഷത്തിൽ അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു. ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിലല്ല വിഷയം, ഈ ദൈവാത്മാവിനെ അനുസരിക്കുന്നതിലാണ് പ്രാധാന്യം. The freedom that they received was great, but a greater freedom I received, that God's work is not dependent on me. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു, നാം ഏതു സാഹചര്യത്തിലും ഒരുക്കമുള്ളവരായിരുന്നാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. The Holy Spirit teaches us that at any time we need to be ready to work for the Lord. ദൈവത്തിന് നമ്മളെ ഏതു സമയത്തും ഉപയോഗിക്കാൻ പറ്റും.
നീ അറിഞ്ഞതും കേട്ടതുമല്ല, നീ മനസ്സിനൊരുക്കമുള്ളവനായിരുന്നാൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റും. If your mind is ready and willing, God will use you in any circumstance, in any situation for His glory. ഞങ്ങൾക്കറിയാവുന്ന മറ്റൊരു ഒരു ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് കടക്കാം. എൻ്റെ സ്നേഹിതൻ നമ്മുടെ സുബിൻ്റെ, ഞങ്ങൾ എൻ്റെ വൈഫും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലെ HR മാനേജരായിരുന്ന ഒരു സഹോദരി ചില ദിവസങ്ങളായി ജോലിക്ക് വരാതിരുന്നത് കൊണ്ട്, A company that Subin and my wife works in, there was the HR manager could not come that one day. ചില ദിവസങ്ങൾ അവർ വന്നില്ല. അങ്ങനെ ഒരു അന്വേഷണം നടന്ന് ചെന്നപ്പോൾ ഈ സഹോദരി വീട്ടിനകത്ത് ഇരിക്കുകയാണെന്ന് അറിഞ്ഞു. After a few days of not coming, there was an inquiry and found out that this lady continued in her own home. അപ്പോൾ അവിടുത്തെ മാനേജരും എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ആ വീട് വരെ ഒന്ന് പോയി അവരെ കാണാം. ഒന്ന് രണ്ട് സിസ്റ്റേഴ്സിനെ, അവിടെ ജോലിക്കാരെ കൂടെ വിളിച്ചു. The manager called my wife and a few other ladies and went to that home. ആ മാനേജർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അച്ചാച്ചനെ കൂടെ കൊണ്ടുപോകാം. മീൻസ് ദേ ഓൾ കോൾ മീ അച്ചാച്ചൻ. എല്ലാവരും പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവരുടെ കൂടെ പോയി. And the manager also asked me to come along with them to go to that home. അത് അവരുടെ ഒരു ചെറിയ പെരുന്നാളിൻ്റെ സമയമാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ചെറിയ പെരുന്നാളിൻ്റെ സമയമാണ്. There was a special celebration day for them during that time. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. Went to that home. ആ പ്രിയ സഹോദരി ഒരു കമ്പിളി പുതച്ച്, വളരെ ചൂടുള്ള കാലഘട്ടം, കമ്പിളി പുതച്ച് മുറിക്കകത്തിരിക്കുന്നു. On a warm, hot day, she was inside a room completely covered in a blanket. ഇവർ വളരെ നിർബന്ധിച്ച് അവരെ, ആ പുള്ളിക്കാരിയെ ബാത്റൂമിൽ കയറ്റി കുളിപ്പിച്ച് പുറത്തിറക്കി ആഹാരം മേടിച്ചു കൊടുക്കാനായിട്ട് പുറത്ത് കൊണ്ടുവന്നു. പെരുന്നാളാണ് എങ്കിലും നിർബന്ധിച്ചു. വെളിയിൽ കൊണ്ടുവന്നു. ഒരു ജ്യൂസ് കുടിച്ച് തിരികെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മദറിനോട് പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരി ഈ സഹോദരിയെ വീട്ടിലേക്ക് വിട്ടേര്, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. After helping her to go take a bath and get changed, I shared with the lady's mother that we'll come back with her after 2 days and we'll take care of her. There's going to be a change in her life. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ആ ആളിന് ജോലി ചെയ്യാനുള്ള കഴിവില്ല, കാരണം തല ഇങ്ങനെ പൊട്ടിപ്പോകുന്നു. ഞങ്ങൾ എൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞത്, ഈ വ്യക്തി ഇനി ജീവിക്കില്ല, കാരണം ഈ വ്യക്തിയുടെ കലണ്ടറിൽ 4 ദിവസം ഇല്ല. അത്രമാത്രം എന്തോ ഒന്ന് ആ വ്യക്തിയിൽ സംഭവിച്ചു. Something has happened to this person and the doctor said that this person will not live very long at all. 4 ദിവസം ആ വ്യക്തിയുടെ കലണ്ടറിൽ എന്തോ നടന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് ആ ഓർമ്മയില്ല എന്താ സംഭവിച്ചതെന്ന്. Within 4 days, something had happened to her and she has no memory of what happened to her 4 days ago. വീട്ടിൽ വന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, 2 ദിവസങ്ങൾ കഴിഞ്ഞു. After a few days of bringing her to our home, ഞാൻ വളരെയധികം സമയം ആ സഹോദരിയുമായി സംസാരിച്ചു. we spoke to her extensively, taking time with her. ഞാൻ വളരെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. As we shared things with her, she's not able to understand the things that we're telling her. എൻ്റെ മദർലോ പെട്ടെന്ന് ഞാൻ കൊണ്ടുവന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാരണം വൈഫ് ജോലിക്ക് പോകുന്നത് കൊണ്ട് മദർലോയെ പെട്ടെന്ന് കൊണ്ടുവന്നു. My mother-in-law was brought to our house because my wife had to go to work. ആ സമയത്ത് 3-ാമത്തെ ദിവസം ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മദർലോ എന്നോട് പറഞ്ഞു, ബിനോയ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. After the 3rd day, my mother-in-law said to me, Binoy, you need to pray for her. ഞാൻ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, കാരണം നമ്മുടെ സാമൂഹിക വ്യവസ്ഥ നമുക്കറിയാമല്ലോ. Many things came through my mind because of the communal issues that we're facing. പക്ഷേ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. Then we prayed for her. ഞാൻ അത്ഭുതമായി പറയട്ടെ, ദൈവത്തിൻ്റെ കരം നമ്മളിൽ കാണുന്നത് നമ്മൾ കാണാൻ പറയാം. ആ വ്യക്തി രക്ഷപ്പെട്ടു. പെട്ടെന്ന് ഇവർ നിന്ന് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് മാറി മറ്റൊരു ആക്സിസ് ബാങ്കിൽ ജോലിക്ക് കയറി. അതിൻ്റെ വിവാഹം കഴിഞ്ഞു. അതിൽ കുഞ്ഞുമായി എറണാകുളത്ത് താമസിക്കുന്നു. Just want to mention that God's power was effective there and this young lady was delivered from those things that were binding her. Now she is married, she has a child and works in a different job. ഞാനിത് പറയാൻ കാരണം, നമ്മളിലുള്ള
ആ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവകൃപയെ പറ്റി നാം അറിയുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ അറിവിൽ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് എന്നെപ്പോലുള്ള ഒരാൾക്ക് പ്രവർത്തിപ്പാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ആ വ്യക്തിക്കല്ല സ്വാതന്ത്ര്യം ലഭിച്ചത്, എനിക്കാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. Many times we don't recognize the power and we don't recognize the authority that is within us. But God wants to do something in their lives. The needs of those people had to be addressed through me. കർത്താവ് സത്യം നമ്മൾ അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും. You shall know the truth and the truth shall set you free. നമ്മൾ ഇതുവരെ അറിഞ്ഞതും കേട്ടതും അല്ല, ദൈവത്തിന് അതിന് മുകളിൽ നമ്മളിലൂടെ പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. It is not the things that we have known and we have experienced. God wants to do something more and beyond that. ഞാൻ 2 ആത്മീയ അനുഭവങ്ങൾ ക്രിസ്തുവിൽ വന്നത് ഞാൻ പറഞ്ഞു. ഇനി എൻ്റെ സാമ്പത്തിക മേഖലയിലുണ്ടായ മാറ്റങ്ങളിലൂടെ ഞാൻ പറയാം. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ I സ്വതന്ത്രരാക്കും. gave a couple of examples in the ministry, and now I want to share some examples from my financial situation as well. You shall know the truth, and the truth will set you free. ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന പലരും എന്നോട് പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്യണം, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങണം. ഞാൻ പറഞ്ഞു, ജോലി റിസൈൻ ചെയ്യുന്നുണ്ട്, ജോലി മുന്നോട്ട് പോട്ടെ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തോളാം. When as we are stepping out into the ministry, several people told my wife, you need to quit the ministry and go into full-time ministry. I said no, she's not going to quit. We'll continue with the job and do the ministry. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഇവനൊരു സൈക്കിൾ പോലും കൊണ്ടല്ല ഞാൻ എറണാകുളത്ത് പോയത്. When I went to Ernakulam, I didn't even have a bicycle with me. ഞാൻ ആ പട്ടണത്തിൽ നടന്നിട്ടുണ്ട്, കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട്, ശുശ്രൂഷയ്ക്കായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. For the ministry, we walked kilometers there in that city and suffered a lot for the ministry. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്ക് എനിക്ക് എറണാകുളത്ത് കൊണ്ടുവരാൻ അവർ പറഞ്ഞു, ഞാനത് ബൈക്ക് എറണാകുളത്ത് കൊണ്ടുവന്നു. Later on, I was able to bring the bike that I was using in Kottayam to Ernakulam. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ പോകുന്നു. ചർച്ചിന് വേണ്ടി ഒരു ബിൽഡിംഗ് എടുക്കണം. ആ ബിൽഡിംഗ് എടുക്കാനായി അതിന് ഡെപ്പോസിറ്റ് കൊടുക്കാനായി ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല. We needed to get a building, to rent a building for the church, and I didn't have any money for the deposit. ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, നിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ടല്ലോ, നീ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. I asked my wife, I said, you have some money in your account, would you give that for this purpose? അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, ഞാനത് വളരെ മാസങ്ങളായി ചെറിയ ചെറിയ എമൗണ്ടായി മാറ്റി വെച്ചിരിക്കുന്നത് എനിക്കൊരു കമ്പ്യൂട്ടർ മേടിക്കാനാണ്. That money I had set aside to buy a computer. I've been putting aside money little by little, month by month, and I wanted to buy a computer with that. ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കിപ്പോൾ ഇതിനു വേണ്ടി അത് തരികയാണെങ്കിൽ നമുക്ക് തന്നാൽ ഉപകാരമായിരുന്നു. ഈ ബിൽഡിംഗ് നമുക്ക് ചർച്ചിന് വേണ്ടി എടുക്കണം, കമ്പ്യൂട്ടർ ദൈവം പിന്നാലെ തരും. I told her, if we use it for the purpose of the ministry, God will give a computer later on. അങ്ങനെ ആ ഒരു 50-50 അത് തന്നു. ഞാൻ ആ ബിൽഡിങ്ങിന് ഡെപ്പോസിറ്റ് കൊടുത്തു. ആ ബിൽഡിംഗ് ഞങ്ങൾ ചർച്ചിന് വേണ്ടി എടുത്തു. With a half-hearted desire, that money was given and we used it for the church. ഇന്ന് 7 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഇന്ന് എനിക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. Actually, after 7 years now, if you were to ask me, I don't even know how many computers I have today. സാമ്പത്തിക മേഖലയിൽ സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, if you desire freedom in financial areas of your life, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. trust God. നീ കൊടുക്കുന്നത് സർവശക്തന്റെ കരത്തിലാണ്. You are giving to the hands of Almighty God. അത് വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. God is able to increase what you give. നമ്മൾ ഈ ഓഫറിംഗ് ബാഗിലേക്കല്ല പണം ഇടുന്നത്. You are not putting money into this offering bag. നമ്മൾ നിക്ഷേപിക്കുന്നത് ദൈവത്തിന്റെ കരത്തിലേക്കാണ്. You are putting it actually in God's hands. ദൈവം അത് വർദ്ധിപ്പിച്ചു തരും. God will increase that for you. ഓൾമോസ്റ്റ് 8 years ബാക്ക് ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. One more time, please. 8 വർഷം മുമ്പ്, 8 years back. 8 years ago,
ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. We started a business 8 years ago. അതിൻ്റെ തുടക്കം വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ വളരെ എന്താ പറയുക, വിശ്വാസത്താൽ ഒരു ഓഫീസ് എടുത്തു. അതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തു തന്നു. The beginnings of the business was good, and we took a step of faith to do that. റൈറ്റ്. അതിൻ്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ, അതിൻ്റെ പ്രിൻ്റർ എല്ലാം ഞങ്ങൾ അറിയാത്തൊരു വ്യക്തി മലേഷ്യയിൽ നിന്ന് പണം തന്നു. The first computer, the printer, and all of those things that were necessary was given by a person in Malaysia that we don't even know them. അദ്ദേഹം ഞങ്ങൾക്ക് അത് നൽകി തന്നു. ഞങ്ങളത് തുടങ്ങി. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന സുബിൻ അറിയാം ഞങ്ങൾ എങ്ങനെയാണ് മിനിസ്ട്രി എറണാകുളത്ത് ചെയ്തതെന്ന്. സുബിന് നന്നായിട്ടറിയാം. നമ്മൾ നമ്മുടേതായി ഒന്നും ഹോൾഡ് ചെയ്യാതെ എല്ലാം ദൈവവേലയ്ക്കായി പങ്കിട്ട് കൊടുത്തപ്പോൾ, when we hold nothing for ourselves and we give everything for the purpose of God's ministry, ദൈവം ഞങ്ങളെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് വളർത്തി. God helped us to grow beyond our expectations. ഞാൻ ഈ സാമ്പത്തിക മേഖലയിൽ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു പ്രാവശ്യം മീറ്റിങ്ങിന് പോകുമ്പോൾ, I went for a meeting in South Africa. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ കുറിച്ചിട്ടു. I remembered a statement that the man of God said that day. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊന്നും എന്നെ വലിയ ആകർഷിച്ചില്ല. His ministry was not very attractive to me in some ways. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഞാൻ എഴുതി. But just one statement that he said had touched my heart that day. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: അമേരിക്കക്കാരനെ സമ്പന്നനാക്കിയ ദൈവത്തെ തന്നെയാണ് നീയും സേവിക്കുന്നത്. He said the God who made Americans as wealthy is the same God you serve. നീയും അതേ ദൈവത്തെ തന്നെയാണ് സേവിക്കുന്നത്. You serve the same God. കഴിഞ്ഞ മാസം എൻ്റെ ബ്രദർ-in-lawയും ഫാമിലിയും യുഎസിൽ നിന്ന് വന്നിരുന്നു. My brother-in-law and his family came back from the US the other day. അവർക്ക് അവിടെ ഒരു വലിയ വീടും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉള്ള ഒരു വലിയ വീടുണ്ട്. They have a large house there with a swimming pool and all these setups. വന്ന് നോക്കിയപ്പോൾ ഞാൻ എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം: അവർ അമേരിക്കയിൽ വാങ്ങിയതിനേക്കാൾ വിലയുള്ളതാ ഞാൻ എറണാകുളത്ത് വാങ്ങിയത്. He came back and he said, you know, what we bought in Ernakulam is more valuable and expensive than what he bought in America. പറഞ്ഞതിന്റെ അർത്ഥം ദൈവം, നിന്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. What I meant is to say is this: God is the one who increases you. ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. God is the one that increases what we have. നമ്മൾ ചില സത്യം അറിയും, ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. The truth, we will know the truth, and the truth will set us free. ദൈവം നമ്മൾ ഗ്രഹിക്കുന്ന വചനത്തിൻ്റെ സത്യം, ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം, അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുക. അത് നമ്മളെ സ്വതന്ത്രരാക്കും. The things that we learn from the word of God, receive it just as it is. God will enlarge us. ഞാൻ ഇന്ന് ആത്മാർത്ഥമായി പറയട്ടെ, ഞങ്ങളുടെ ഒരു ബിസിനസ് പങ്കാളിയാണ് സുബിൻ. ഞങ്ങളുടെ ദുബൈയിലുള്ള DMC സുബിൻ്റെ കമ്പനിയാണ്. ഞാൻ ആത്മാർത്ഥമായി പറയാം, 365 ഡേയ്സിലേക്കുമുള്ള ബിസിനസ് ഞങ്ങൾക്കെങ്ങും അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല. അതെല്ലാം അവിടെ ഇങ്ങോട്ട് വന്നോളും. For our business, I have to say that 365 days in a year, we don't have to go running after the business. Things come to us, the business comes to us. ഈ വർഷം തീർക്കാനുള്ളതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഓൾറെഡി വന്നു കിടക്കുക. The things that are needed for this entire year, God has already provided for us. ഞങ്ങൾക്കൊരു അഡ്വർടൈസ്മെന്റ് ആവശ്യം വന്നിട്ടില്ല. We're not needing any advertisement. നമ്മൾ ചെയ്യുന്നതിനെ ദൈവം അനുഗ്രഹിക്കും. What we are doing, God has blessed us. ദൈവം ബൈബിൾ നമ്മോട് പറയുന്നു, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാ, നീ അനുഗ്രഹിക്കപ്പെടും. When God says you will be blessed, it is exactly like that. You will be blessed. ഞാൻ 32ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. It was at my 32nd. It was at age 32 that I got married. 33ാമത്തെ വയസ്സിലാണ് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടാകുന്നത്. It was at the age of 33 that I got a bank account. 33ാമത്തെ വയസ്സിലാണ് എൻ്റെ പാസ്പോർട്ട് എടുക്കുന്നത്. And it was the age of 33 that I got my passport. അനേക രാജ്യങ്ങൾ ഇതിനോടകം സഞ്ചരിച്ചു. I have traveled to many countries during this time. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ദുബൈയിലായിരുന്നു. അടുത്ത ആഴ്ചയിലും ഇനി യാത്രകളുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ,
നമ്മുടെ പശ്ചാത്തലം ദൈവം നോക്കുന്നില്ല, നമ്മുടെ പഴയത് ദൈവം നോക്കുന്നില്ല. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ ദൈവം വളർത്തിയിരിക്കും. God is not looking at our background. He's not looking at our past. When He wants to lift us up, He will do it. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ You സ്വതന്ത്രമാക്കും. will know the truth, and the truth will set you free. നമ്മുടെ ജീവിതത്തിൽ വലിയ ചലഞ്ചസ്, വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്. We will have many challenges in our lives. പല വിഷയങ്ങൾക്ക് നമ്മളും മറുപടികൾ ലഭിക്കുമ്പോഴും പലതിനും നമുക്ക് മറുപടി ലഭിക്കാത്ത വിഷയമുണ്ട്. Sometimes we desire answers for many things, but sometimes we don't get those answers. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികളില്ല, അതൊരു വലിയ വിഷയമായി തുടരുന്നു, മറുപടി ഇല്ലാത്ത വിഷയമാണ്. After our marriage, we don't have children. That is a major issue for us. എൻ്റെ മമ്മി 3 വർഷം മുമ്പ് കോവിഡ് തുടങ്ങിയ സമയത്ത് TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഭയപ്പെട്ടിട്ട് ഒരു ഡിപ്രഷനിലേക്ക് പോയി 3 വർഷത്തോളം വല്ലാതെ സഫർ ചെയ്തു. My mother, during COVID time, as she was watching television, she went into depression and has been suffering from that. ഒരു ആൻസറും ഇല്ലായിരുന്നു. പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മറുപടികളില്ല. We had no answer. We went to different hospitals for her. കഴിഞ്ഞ 8 മാസം മുമ്പ് മമ്മി നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. 8 months ago, my mother was taken into the. My mother passed away. പക്ഷെ അപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരമില്ല എന്ന് കരുതി നമ്മൾ അവിടെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളിലൂടെ ഇനിയും നടക്കാനുള്ളത് ദൈവം നമ്മളിലൂടെ റിവീൽ ചെയ്തുകൊണ്ടേയിരിക്കും. Even then we have to remember that we are not to settle our mind thinking that this problem has me down. No, God wants to do more through our lives. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ ബലപ്പെടുത്തുന്ന വാക്യങ്ങളിൽ ഒന്നാണ് ഏലിയാവിനോട് ദൈവം പറഞ്ഞത്, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? God asked Elijah a question. Elijah, what are you doing here? That word has impacted me a lot in my ministry. എല്ലാ സമയങ്ങളും പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും, നിനക്ക് ഇവിടെ എന്ത് കാര്യം? Whenever I face problems and difficulties in my mind, in my life, this question comes to my mind: what are you doing here? What do you have to do here? നിനക്ക് ഇവിടെ നിൽക്കുവാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. God has not allowed you to stay here in this place. നിന്റെ മനസ്സ് മടുത്ത്, നിന്റെ ശുശ്രൂഷ ഇല്ലാതായി, നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. If your mind is down and you are not able to do the things that you need to do, this is not the kind of place God wants you in. നീ മുന്നോട്ട് പോകണം. You have to move forward. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. We don't have any idea of what God wants to do with us and through us in our lives. പക്ഷെ നമ്മുടെ അനുസരണത്തിലൂടെയാണ് ദൈവം അത് ഭാഗമായി നമുക്ക് അത് റിവീൽ ചെയ്തത്. But it is through our obedience that God brings these things to pass. ആ അനുസരണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. As you move forward in obedience, you will know the truth, and the truth will set you free. ഏലിയാവിനോട് ദൈവത്തിന് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നീ ഇത്രയും നാൾ ചെയ്തതല്ല വലുത്, ഇനിയും ചെയ്യാനുള്ളതാണ് വലുത്. God is telling just the same thing God told to Elijah. Those things that you have done so far, that's not it. He has more for you to do in the future. നീ നിനക്ക് പകരം ഒരു പ്രവാചകനെ കണ്ടെത്തണം. God said to him, you need to find another prophet in place of you. നീ യഹൂദയ്ക്കും ഇസ്രായേലിനും 2 രാജാക്കന്മാരെ തിരഞ്ഞെടുക്കണം. You need to select kings for Judah and for Israel. ഇത്രയും നാൾ നീ ദൈവത്തിന് വേണ്ടി ചെയ്തതിനേക്കാൾ വലുതാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിലത് കണ്ടെത്താനും ദൈവം നിന്നെ നിയോഗിക്കും. Although you have done some things for God, God wants you to do certain things for the next generation. ഞാൻ ലീഡർഷിപ്പിന്റെ കാര്യങ്ങൾ ആദ്യമായി പഠിക്കുന്നത് അലക്സിസ് സാറിൽ നിന്നാണ്. The things that I learned about leadership, I first learned through Alexis sir. ലീഡർഷിപ്പ് അത് എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയൊരു തലമുറയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ബൈബിൾ ലീഡർഷിപ്പിന്റെ ക്ലാസ്സുകൾ. What I learned from the leadership classes is that you need to raise up another generation. പുതിയൊരു തലമുറ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ കണ്ടെത്താനുള്ള ആ പ്രോസസ്സാണ് കെയർ സെല്ലുകളും ലീഡർഷിപ്പ് ക്ലാസ്സുകളും. Through the care cells and the leadership classes, I learned that it is a must for us to raise up another generation for the kingdom of God. ദൈവിക ദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവിക ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാൻ താല്പര്യമുള്ള
കമ്മിറ്റഡായ ഡെഡിക്കേറ്റഡായ ഒരു പുതിയ ജനറേഷനെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് കെയർ സെല്ലുകളും ലീഡർഷിപ്പ് ക്ലാസ്സുകളും. Through the carousels and through the leadership classes, I learned that we need to develop another generation that will do the work of God on this earth. നിങ്ങൾ ഒരിക്കലും കെയർ സെല്ലുകളും ലീഡർഷിപ്പ് ക്ലാസ്സുകളും മിസ് ചെയ്യരുത്. Don't miss any kind of leadership classes or carousels in your ministry. അത് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ മറ്റൊന്നാക്കി തീർക്കുന്ന ഒന്നാണ്. That's something that will develop us and take us to the next level. അതൊരു പുസ്തക പഠനമല്ല. This is not a learning of a book. ഇത് ചില അറിവുകൾ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. This is the time that we learn some things, we acquire some knowledge. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ സാർ ഒരു പ്രാവശ്യം ചില മാസങ്ങളിലേക്ക് ഞങ്ങളെ ഈ ദി ഹിന്ദു ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു ആർട്ടിക്കിളിൽ നിന്ന് ചില ആർട്ടിക്കിൾ എഴുതി അത് സമ്മപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു. While we were students in the seminary, for a leadership class, Alex sir had asked us to read some articles in the Hindu newspaper and write summaries on them. ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു, ഞങ്ങൾക്ക് പലർക്കും അത് അറിയില്ല എന്തിനാണ് ഇത് ചെയ്യുന്നത്. And these articles were to be selected from the business section, and students used to ask, what is the purpose of all of this? പക്ഷെ ഞാൻ ഇന്ന് ആത്മാർത്ഥമായി പറയുന്നു, but today I must honestly say, നമ്മൾ അത് വായിക്കുകയായിരുന്നില്ല, അതിൽ നിന്ന് ചിലത് അറിയുകയായിരുന്നു, ഗ്രഹിക്കുകയായിരുന്നു. Actually, in those days we were not just reading, we were actually getting some things put within us through those articles. നമ്മുടെ കണ്ണ് തുറക്കുന്ന, നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്ന, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ കാര്യങ്ങളെ കാണണം, എങ്ങനെ മനസ്സിലാക്കണം എന്ന് തുടങ്ങി പുതിയ കാര്യങ്ങൾ പഠിക്കാനെടുത്ത സമയമായിരുന്നു ആ ആർട്ടിക്കിളുകൾ. Our eyes were opened, our knowledge was increased. We began to learn how to evaluate different aspects and look at life in a different way. നമ്മൾ ബൈബിളിനെ വായിക്കുമ്പോഴും ഈ വീക്ഷണത്തോടെ വായിച്ചാൽ, when we read the word of God with that kind of a mindset, നമ്മുടെ ജീവിതം വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കും. in our life we will experience much freedom. നമ്മളൊരു ഭയത്തിന്റെ അടിമയായിരിക്കുകയില്ല. We are not to be slaves to fear. നമ്മൾ ഒരിക്കലും എന്താ പറയാ ഒരു ദാരിദ്ര്യത്തിൽ കഴിയുവാൻ ദൈവം അനുവദിക്കുകയില്ല. We are not to live with a poverty mentality. Exactly, poverty mentality. അതാണ് എൻ്റെ ശരിയായ വാർഡ്. പണമില്ലാത്തതല്ല ദാരിദ്ര്യം, പണമുള്ളപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുണ്ട്. It's not the issue of not having money, it's that poverty mentality that makes us poor. ഞങ്ങൾ ആ ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. Once we are freed from that mindset, that God can do some things in our lives. നമ്മുടെ ജീവിതം ഒരിക്കലും എവിടെയും ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നിന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God doesn't want our life to be stalled in any situation. Rather, He wants us to move forward. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സത്യം അറിയണം. For that, we need to know the truth. സത്യം അറിഞ്ഞാലേ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകും, മുന്നോട്ട് പോകാൻ പറ്റും. Only if we know the truth will we have freedom and we'll be able to move forward. ദൈവം നമ്മളെ ഒരിക്കലും നമ്മുടെ പാസ്റ്റോ പ്രസന്റോ നോക്കുന്നില്ല. God is not looking at our past nor our present. ദൈവം എല്ലായ്പ്പോഴും നമ്മളെ നോക്കുന്നത് ദൈവത്തിന് നമ്മളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. God is only looking at how our lives can benefit. ദൈവത്തിന് നമ്മളെ എങ്ങനെ നാളുകളിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും, അത് മാത്രമേ ദൈവം നമ്മളെ നോക്കുന്നുള്ളൂ. How can our lives benefit God's work? നമ്മുടെ ഈ 8-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ യേശു കർത്താവ് ഒരു പ്രത്യേക സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു സംവിധാനത്തിൽ ഒരു സാഹചര്യത്തെ കർത്താവ് മനോഹരമായി കൈകാര്യം ചെയ്യുന്നത് 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. In the chapter 8 we see how God handles the situation in a powerful way. കർത്താവ് മഗ്ദലക്കാരത്തി മറിയെ എങ്ങനെയാണ് ശുശ്രൂഷയ്ക്കായി കണ്ടെത്തിയതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. God says to Mary, I have called you for a particular purpose. അവരുടെ ജീവിത സാഹചര്യങ്ങളല്ല ദൈവം നോക്കുന്നത്, നാളെ അവരെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ദൈവം നോക്കുന്നത്. It's not the situation in life that God is looking at, rather He's looking at how that will benefit for the future. എൻ്റെ പാസ്റ്റും എൻ്റെ പ്രസന്റും നോക്കിയിരുന്നെങ്കിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. If you look at my past or my present, God could never use me. ഞാൻ ഇമോഷണലി വളരെ വീക്കായ ഒരു വ്യക്തിയായിരുന്നു. Actually, I was a person who was emotionally very weak. പക്ഷെ ദൈവം എന്നെ ഉപയോഗിച്ചു. But God used me. ഞാൻ മലേഷ്യയിൽ പോകുമ്പോൾ എന്നെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വരുന്നത്
മലേഷ്യയിലെ ഫോർമർ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. It was the Malaysian former cabinet secretary that came to receive me when I went to Malaysia. അദ്ദേഹമാണ് UPA ഗവൺമെൻറ് കാലത്ത് കമൽനാഥുമായി മലേഷ്യൻ ഗവൺമെൻറ്റും ഇന്ത്യയും തമ്മിലുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. There was an agreement signed between the government there and the Tamil Nadu government. ഇന്ത്യൻ ഗവൺമെൻറ്. The Indian government. Okay. ഇന്ത്യൻ ഗവൺമെൻറ്റും മലേഷ്യയുമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ അന്ന് സൈൻ ചെയ്തത് അദ്ദേഹമാണ്. He was the one who signed that agreement with the Indian government. അലക്സാറിനെ പോലെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. Someone that I respected very much and spent time with him. അദ്ദേഹം എന്നെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. He had helped me to learn many things. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. I would like to share something here. ഇന്ന് നീ എന്തായിരുന്നാലും, ഇന്നലകളിൽ നീ എന്താണെങ്കിലും, ഇന്ന് നീ എന്താണെങ്കിലും അതല്ല നിന്റെ നാളെ. Whatever you are today, whoever you are today, whatever you were yesterday, that's not going to be who you are tomorrow. ദൈവത്തിന് നാളെ നിന്നെ മറ്റൊന്നാക്കി മാറ്റാൻ കഴിയും. God wants to change you and do something new through your life for the future. കോവിഡിന്റെ സമയത്ത് During COVID, എല്ലാ ബിസിനസ്സുകളിലും ഷട്ടർ ഇട്ടു. all the businesses were shut down. ഞങ്ങൾ ട്രാവൽ ഇൻഡസ്ട്രിയാണ്. Ours is a travel industry. ട്രാവൽ ഇൻഡസ്ട്രിയിൽ ആദ്യം ഫ്ലൈറ്റുകൾ താത്തു. Of course, in the travel industry, first the flights were stopped. ഹോട്ടൽസ് എല്ലാം ക്യാൻസലായി. Hotels were closed. എല്ലാം പെട്ടെന്ന് നിന്നു. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നിന്നുപോയി. All of it stopped at one point. എല്ലാ ഞങ്ങളുടെ ഇൻഡസ്ട്രികളിലെല്ലാം പെട്ടെന്ന് ഷട്ടർ ഇട്ടു. All of these industries were shut down. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി പറയാം, I have to tell you something about this. ആ ക്ലോസിംഗ് ടൈമിൽ എൻ്റെ ബിസിനസ്സിൽ മോർ ദാൻ 3 CR ബാലൻസ് കിടപ്പുണ്ട്. During that closing time, how much? 3 CR, 3 crores. Okay. During that time, there were more than 3 crore balance in our business. എല്ലാവരും പണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഈ പണം എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടു. Many people were struggling to figure out how they'll get some money. We were trying to figure out how we will manage what we have. ദൈവം വിശ്വസ്തനാണ്. God is faithful. ആമേൻ ഉറക്കെ പറയാമോ? May God's names be glorified. എല്ലാവരും കരം ഉയർത്തി കർത്താവിന് സ്തോത്രം Would you all ചെയ്യുക. raise your hand and give God the glory today? നീ നിന്നെ ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റും. If you give yourself to God, God wants to use you. നിന്റെ മുമ്പിൽ വരുന്ന ഓഫറിംഗ് ബാഗ് വിനിയാടിന്റെ ഓഫറിംഗ് ബാഗ് അല്ല, സർവശക്തന്റെ കരമാണ്. The offering basket that comes before you is not the offering basket of the Vineyard Church. It's actually God's hand. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ നിന്റെ വാതിലുകൾ തുറന്നിടുക. God wants to open doors to use you. ദൈവത്തിന് നീ സത്യം അറിയുക, സത്യം നിന്നെ സ്വതന്ത്രമാക്കും. You will know the truth, and the truth will set you free. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യം ഏറ്റു പറയട്ടെ. I'm about to close my words here, but I want to repeat that verse. ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നലകളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, If anyone here is thinking about the past and worried about that, ഇന്നത്തെ സാഹചര്യം ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, if you're worried and sad about your situation today, ദൈവത്തിന് നിന്റെ നാളെ മാറ്റാൻ കഴിയും. God can change your tomorrow. അതാരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് എത്തിക്കാൻ ദൈവത്തിന് കഴിയും. God is able to take you much beyond anyone's expectation. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. നിന്റെ രാത്രികൾ പ്രാർത്ഥനയുടെ പകലാക്കി മാറ്റണം. Make your travels as a time for prayer. നിന്റെ രാത്രികൾ പ്രാർത്ഥനയുടെ സമയമാക്കി മാറ്റണം. Turn your nights into times of prayer. എല്ലാവരും ഉറങ്ങുമ്പോൾ നീ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കണം. While others are sleeping, you get up and spend time in prayer. നീ രാത്രികളിൽ പ്രാർത്ഥനയിൽ സമയം സ്പെൻഡ് ചെയ്യണം. You need to spend time at night for prayer. ഒരു അനുഗ്രഹവും നമ്മുടെ അധ്വാനമില്ലാതെ കടന്നു വരികയില്ല. No blessing will come without our hard work. എൻ്റെ വൈഫ് 22 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും. My wife works sometimes for 22 hours straight. വളരെ ഹാർഡ് വർക്കിംഗ്. പക്ഷെ ഒരു She's a very വാക്യം എന്നോട് hard-working പറഞ്ഞിട്ടുണ്ട്, person. ശമ്പളം മേടിക്കുമ്പോൾ കൈ വിറയ്ക്കാതെ മേടിക്കണം. But when you receive the salary, there will be God's blessings there. നിന്റെ കൈ വിറയ്ക്കരുത്.
ധൈര്യത്തോടെ When you receive the salary, it should be with boldness, not with shaking hands. കാരണം നീ അധ്വാനിച്ചിട്ട് ശമ്പളം മേടിക്കണം. Because it is something you have received from your hard work. നമ്മളെ കഠിനാധ്വാനികളായി തീരുക. We need to be hard workers. നമ്മൾ ഉത്സാഹികളായി തീരുക. We should be people that are joyous to do our work. ബൈബിളിന്റെ സത്യം ഗ്രഹിക്കുക. Understand the truth of the word of God. നമ്മൾ ഇന്നലെയോ ഇന്നോ അല്ല നാളെ ദൈവം മറ്റൊന്ന് നമുക്കായി ചെയ്യാൻ തയ്യാറാണ്. Our life is not situated with yesterday and today, but rather God wants to do something for our future. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. I would like to pray right now and close this time. എല്ലാവരും